തൊടുന്നതല്ല അബദ്ധം എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ എനിക്കിന്ന്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് കുറച്ച് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് കുടിക്കാനുള്ള വെള്ളം കൂടെ അങ്ങ് വെച്ചു. ഈ ഉഴുന്നരച്ച ദോശയൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള പൊടികളെല്ലാം ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടി, അതുപോലെ ഗോതമ്പ് പൊടി, കുറച്ച് ഈ കൂരകത്തിൻ്റെ പൊടി, അങ്ങനെ എല്ലാം കൂടെ റവ, അതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ഉപ്പൂടെ ചേർത്തിട്ട്. എന്നിട്ട് പുറത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പും അതുപോലെ അതിനകത്ത് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പൂടെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു, അത് ഊറ്റാൻ വെച്ചിട്ട് അവിടോട്ട് ഞാൻ ആ പരിപ്പിനുള്ളത് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ കുക്കറിനകത്തും വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് അത് കടുക് താളിച്ചിട്ട് അതിനകത്തോട്ട് ഒഴിച്ചാൽ ഈ പരിപ്പ് കറിയുടെ കാര്യങ്ങളെല്ലാം അങ്ങ് തീർക്കാം. കുറച്ച് പരിപ്പേ ഉള്ളൂ കേട്ടോ, ഏട്ടനും മക്കൾക്കും ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നത്. എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഈ പരിപ്പ് കറി. അപ്പോൾ അത് കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കടുവൊക്കെ വറുത്തിട്ട് എല്ലാം ശരിയാക്കി. അപ്പോഴത്തേനെയാണ് അടുത്ത് ഞാൻ വെച്ചിരുന്ന പൊടി എടുത്ത് നോക്കിയപ്പം കുറച്ച് വെള്ളം പോലെ തോന്നി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് കറക്കി എടുക്കാമെന്ന്. അങ്ങനെയാണല്ലോ സാധാരണ ഗോതമ്പ് പൊട്ട് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിനകത്ത് കറക്കിയെടുത്ത് എൻ്റെ മാവിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ഉരുളയായിട്ട് എടുത്ത് മാറ്റാമെന്ന് കേട്ടോ. അങ്ങനെ ഉരുളയായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഞാൻ അരിപ്പൊടി കൊണ്ടാക്കുന്നത് കണ്ടിട്ടില്ല നിങ്ങൾ പഴയ വീഡിയോക്കകത്ത്, അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ അത് നേരെ ഇഡലിക്കുട്ടകത്തിനകത്തോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. നമ്മുടെ കുക്കറിന് ഓൾറെഡി ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കുക്കറൊക്കെ നാണം കെട്ടുപോയി ഗൈസ്. അങ്ങനെ ഞാൻ എടുത്തിട്ട് ഇഡലിക്കുട്ടം എടുത്ത് വെച്ചു. അതെല്ലാം ഇറക്കിയിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മാവിനകത്ത് ഓൾറെഡി ഉപ്പും ചേർത്തിട്ട് നേരെ തുണി അലക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. തുണി അലക്കി കയറി ബ്രഷൊക്കെ ചെയ്ത് മക്കളെയും ഏട്ടനെയും കുത്തിപ്പൊക്കിയിട്ടുണ്ട്. ഏട്ടനെ വിട്ട് തേങ്ങ വാങ്ങിച്ചിട്ട് വേണം അടുത്ത പരിപാടീസ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ അടുത്ത 8ൻ്റെ പണിയാണ് കേട്ടോ ഇത്. ഞാൻ ആ പാനൊക്കെ നല്ല ഉണങ്ങിയ തുണി കൊണ്ടൊക്കെ തുടച്ചിട്ടാണ് കേട്ടോ മാവ് കോരി ഒഴിച്ചത്. പക്ഷേ നോൺ സ്റ്റിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ അങ്ങ് സ്റ്റിക്കായി. പിന്നെ 2-3 പ്രാവശ്യത്തെ പരിശ്രമത്തിനോട് ശരിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ തട്ടുകൊണ്ടൊന്ന് അടച്ചിട്ട് വേവിച്ച് നോക്കിയപ്പം ശരിയായി. അടുത്ത പണി വരാൻ വേണ്ടി തേങ്ങ വാങ്ങിച്ചിട്ട് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ തേങ്ങ ഒരു 10 വെട്ടി കഴിഞ്ഞിട്ടാണ് ഗൈസ് തേങ്ങയും പൊട്ടി വന്നത്. ഇന്ന് ആരെയാണോ കണിയുണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. എന്നെ തന്നെ ആവും, ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ലല്ലോ, അതുകൊണ്ട് എന്നെ തന്നെ ആയിരിക്കും ഞാൻ കണിയാണ്ടിരിക്കുകയെന്ന്. അപ്പോൾ ആ തേങ്ങയൊക്കെ അരച്ചിട്ട് ചമ്മന്തിയൊക്കെ ആക്കിയിട്ട് ഞാൻ ദോശയ്ക്കുള്ള ചമ്മന്തിയും ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിനകത്തോട്ട് നമ്മൾ ആ ഉരുണ്ടയാക്കിയില്ലേ, അതൊക്കെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെന്തതാണ് ഓൾറെഡി ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അടുത്തോട്ട് ചായ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മക്കൾക്ക് ഏട്ടനും വേണ്ടി കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർ ദോശയാണ് കഴിക്കുന്നത്, ഏട്ടനാണെങ്കിൽ മറ്റേതും. അപ്പോൾ ഏട്ടൻ അതും കഴിച്ചതിൻ്റെ കൂടെ കുറച്ച് 2 ദോശയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലതാണെന്ന് വെച്ചാൽ എല്ലാം കുറച്ച് മോശമായിരുന്നു ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം പെരും മഴയായിരുന്നു കേട്ടോ ഏട്ടൻ പോകുന്ന സമയത്ത്. പിന്നെ ഞാൻ മോട്ടറൊക്കെ ഇടാൻ പോയി. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലോട്ടൊക്കെ വിളിച്ചിട്ട് പിന്നെ പിള്ളേർക്ക് മുട്ടയൊക്കെ കൊടുത്ത് അത്രയേ ഉള്ളൂ കേട്ടോ.